ഹായ് ഹലോ ഞാൻ മേരി. ഞാൻ നമ്മുടെ ചാനലിലൂടെ ഇന്ന് മുതൽ ചെറിയ രീതിയിൽ തയ്യൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ആരംഭിക്കുന്നു. അതിന് പാഠം 1, പാഠം 2 എന്നുള്ള ക്രമത്തിലായിരിക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ പോകുന്നത്. തയ്യൽ ഇഷ്ടപ്പെടുന്നവരും പഠിക്കാൻ ആഗ്രഹം ഉള്ളവരും എല്ലാവർക്കും നമ്മുടെ ചാനലിലെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടുതൽ അറിയാവുന്നവരാണെങ്കിലും നമ്മുടെ വീഡിയോയിലും ഒത്തിരി തെറ്റുകളൊക്കെ മിക്കവാറും വരും. അപ്പോൾ അതൊക്കെ നമുക്ക് തിരുത്തി കമൻറ്റുകളായിട്ട് ചെയ്തു തരിക ചെയ്യാം. ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ കുറച്ച് നാൾ ഒരു കടയിൽ ജോലി ചെയ്തിട്ടുള്ള ആൾ എന്ന രീതിയിലും ഉള്ള രീതിയിലാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടുള്ള വീഡിയോയിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചെറിയ രീതിയിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെ പേരുകൾ നമ്മൾ പറയും. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാകില്ലായിരിക്കും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ആദ്യം നമ്മുടെ ഈ ഒരു തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളും അതുപോലെ ഈ ഒരു മെഷീന് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും തയ്യൽ അറിയത്തില്ലാത്ത ഒരാൾക്ക് എങ്ങനെ അത് പഠിച്ചെടുക്കാൻ ചവിട്ടി തയ്ക്കുന്നത് മുതൽ ഉള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോകളെല്ലാം കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് കമൻ്റായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ ആദ്യം കണ്ട് നമുക്ക് ഒന്നാമത്തെ ക്ലാസ് നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. സിംഗർ എന്ന് പറയുന്ന കമ്പനിയുടെ തയ്യൽ മെഷീനാണ്. ഈ ഒരു മെഷീനായിരിക്കും സാധാരണ എല്ലാവരുടെയും വീടുകളിലൊക്കെയും ഉപയോഗിക്കുന്നതിനായിട്ട് ഉള്ള മെഷീൻ. ഇതിന് നമ്മൾ സിംഗിൾ മെഷീൻ, ത്രെഡിൽ മെഷീൻ എന്നൊക്കെ പറയും. ത്രെഡിൽ മെഷീൻ എന്ന് പറയാൻ കാരണം നമ്മളിത് ചവിട്ടി തയ്ക്കുന്നതിനായിട്ട് ചവിട്ടി തയ്ക്കുകയൊക്കെയാണ് ഈ ഒരു മെഷീനിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ത്രെഡിൽ മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ മെഷീൻ, അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ, പവർ മെഷീൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെയും മെഷീനുകളുണ്ട്. ഇത് സാധാരണ എല്ലാ വീടുകളിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ വലിയധികം കട്ടിയില്ലാത്ത തുണികളൊക്കെ തയ്ക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന നമ്മുടെ മെഷീനാണിത്. അപ്പോൾ ഇതിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു 13 വർഷത്തോളമായി ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ഇതുവരെയും ഒരു കുഴപ്പമില്ല. ഇന്നുവരെയും വലിയധികം പ്രശ്നമൊന്നും എനിക്കുണ്ടാക്കിയിട്ടില്ല. തയ്യൽ മെഷീൻ്റെ ഈ കുഞ്ഞൻ ചക്രത്തിൻ്റെ പേരാണ് ബാലൻസ് വീല്. സൂചിയുടെ അനക്കവും അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റും ഇതിൻ്റെ അനക്കത്തെ കൂടിയാണ് നടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പേരാണ് സ്പൂൾ പിൻ. അതായത് നമ്മുടെ നൂല് കോർത്തിയിടുന്ന ഒരിതാണ് കേട്ടോ. അതെ, ഈ കാണുന്നത് ത്രെഡ് ഗൈഡാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നീഡിൽ ബാറും പ്രഷർ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂവാണ്. ഈ നമ്മുടെ വീല് കറക്കുമ്പോഴാണ് അതിൻ്റെ സൂചിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു ഇതിലാണ്. ഇത് ടെൻഷൻ ആണ്, നീഡിൽ ടെൻഷനറാണ്. പിന്നെ ആ കാണുന്ന സ്ക്രൂ നീഡിൽ ക്ലാമ്പാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ടേക്കപ്പ് ലിവർ എന്നാണ്. ഇതാണ് നമ്മുടെ പ്രഷർ ബൂട്ട് പൊക്കവും താത്തും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൽ പൊക്കവും താത്തവും ചെയ്യുമ്പോൾ പ്രഷർ ബൂട്ടും ഒക്കെ ഇങ്ങനെ പൊങ്ങുമൊക്കെ ചെയ്യുന്നത് ആ ഒരു ചെറിയ സാധനമാണ് പ്രഷർ ബൂട്ട്. അതിൻ്റെ അടിയിൽ വരുന്നത് ആ പ്ലേറ്റിൻ്റെ പേര് ത്രെഡ് പ്ലേറ്റ് എന്നാണ്. പിന്നീട് ഈ കാണുന്ന സ്റ്റിച്ച് റെഗുലേറ്ററാണ്. അത് പൊക്കവും താത്തവും ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ആ ബ്ലാക്ക് ഭാഗത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചുകൾ പുറകോട്ട് പോവുകയും മുകളിലോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ സാധാ നിലയിലുള്ള തയ്യൽ നമുക്ക് കിട്ടുന്നു. ഇത് നമുക്ക് പുറകോട്ട് തയ്ക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഏറ്റവും അടിയിൽ ആ ബ്ലാക്ക് കാണുന്നത്. ഇത് ഇച്ചിരി ലൂസാക്കി, ഇതുപോലെ തന്നെ കുറച്ച് ലൂസാക്കി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ താഴത്തോട്ടും മുകളിലോട്ടും ആയിട്ട് മൂവ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ വീഡിയോസ് ഞാനിത്
പിന്നീട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിന് ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള നൂലുകളൊക്കെ ഇടുന്ന ബോബിൻ കേസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അത് അവിടെയാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിതാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഇതുപോലെ ഒരെണ്ണം കൂടെ വരും. അതിൻ്റെ ആ ഒരു ചെറിയ വട്ടത്തിൻ്റെ പേര് ബോബിൻ എന്നും മുകളിലത്തെ അതിൻ്റെ പേര് കേസ് എന്നുമാണ്. അതിനെ ഒരുമിച്ച് ബോബിൻ കേസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ്റെ വീല്. വേറെ അടുത്ത വീല് വരുന്നത് ഏറ്റവും വലിയ നമ്മുടെ തയ്യൽ മെഷീന് ഏറ്റവും വലിയ വീലാണത്. അതിനെ ബാൻഡ് വീല് എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.